മണൽ മാഫിയ ഭീഷണിയിൽ ഒറ്റപ്പാലം. ഭാരതപ്പുഴ കുമ്പാരൻകുന്ന് കടവിലെ മണൽക്കടത്തിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് വിവരം നൽകിയവർക്ക് മാഫിയകളുടെ വധഭീഷണി. മുസ്ലിം ലീഗിന്റെ രാജിയാവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് പെരിന്തൽമണ്ണ നഗരസഭ ലീഗ് കൌൺസിലർ ഉമ്മു സൽമ. UDF ആവശ്യപ്പെടാതെ രാജിവെക്കില്ലെന്നും ഉമ്മു സൽമ. വെള്ളിനഴി തിരുനാരായണപുരത്ത് കുടിവെള്ള ടാങ്ക് സ്ഥാപിച്ച തറ 9 മാസം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ. സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. രാഷ്ട്രീയ പ്രേരിതമെന്ന വൈസ് പ്രസിഡന്റ്. കൗമാര കലാമാമാങ്കത്തിന് മണ്ണാർക്കാട് ഒരുങ്ങുന്നു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 31, ജനുവരി 1, 3, 4, 5 തീയതികളിൽ കല്ലടി ഹയർ സെക്കൻഡറിയിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ചെറുപ്പശ്ശേരിയിൽ ഫെബ്രുവരി 1 മുതൽ. ഇന്ത്യയിലെ 24 ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഒറ്റപ്പാലം കുമ്പാരൻകുന്ന് മണൽക്കടത്തിനെക്കുറിച്ച് വിവരം നൽകിയവർക്ക് മാഫിയകളുടെ ഭീഷണി. ഡെൻസിറ്റി ചാനലിനെ വിവരമറിയിച്ച 3 പേരെ വാഹനം ഇടിച്ചു കൊല്ലുമെന്നായിരുന്നു ഭീഷണി. ഈസ്റ്റ് ഒറ്റപ്പാലം കുമ്പാരൻകുന്ന് മേഖലയിൽ നിന്നും ഒരു ഇടവേളയ്ക്ക് ശേഷം മണൽക്കടത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ്. ഇതുമൂലം സമീപവാസികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പുഴയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള പ്രശ്നവുമാണ് കഴിഞ്ഞ ദിവസം ഡെൻസിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇതിനെതിരെയാണ് മാഫിയകൾ രംഗത്ത് വന്നിരിക്കുന്നത്. പുഴയിലെ അമ്പലപ്പാറ പമ്പ് ഹൌസിന് സമീപത്തു നിന്നുമാണ് അപകടകരമായ വിധത്തിൽ കുഴിയെടുത്ത് മണൽ കടത്തുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പ്രവർത്തികൾ പോലീസിനെയും ഇവർ അറിയിച്ചിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായില്ലെന്നും ഇവർക്ക് ആക്ഷേപമുണ്ട്. പോലീസ് പിടിച്ചെടുത്ത് നശിപ്പിക്കേണ്ട മണൽ ശേഖരങ്ങൾ പിന്നീട് മാഫിയകൾ കൊണ്ടുപോയി എന്നും ഇവർക്ക് പരാതിയുണ്ട്. വാഹനമിടിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെതിരെ സമീപവാസികളായ സുധീർ, സിഹാസ്, യൂസഫ്, ഇസ്മയിൽ എന്നിവർ പോലീസിന് പരാതി നൽകി. ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തപ്പോൾ മണല് എടുക്കുന്ന ആളുകൾ നമ്മെ വന്ന് വധഭീഷണി നോക്കുകയും ലോറി ഇടിച്ച് കൊല്ലുമെന്ന് ഭീഷണി നോക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഒറ്റപ്പാലം സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും SP, DSP, ജില്ലാ കളക്ടർ തുടങ്ങിയ എല്ലാവർക്കും നമ്മൾ പരാതി നൽകുന്നു. മുസ്ലിം ലീഗിന്റെ രാജിയാവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് പെരിന്തൽമണ്ണ നഗരസഭ 8ാം വാർഡ് കൌൺസിലർ ഉമ്മു സൽമ പറഞ്ഞു. UDF ആവശ്യപ്പെടാതെ രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നും അവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലീഗ് പ്രവർത്തകർ തന്റെ വീട്ടിലേക്ക് എന്തിനാണ് മാർച്ച് നടത്തിയതെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കണമെന്നും ഉമ്മു സൽമ പറഞ്ഞു. കോൺഗ്രസിന്റെ വോട്ടുകൂടി വാങ്ങി ജയിച്ചാണ് നഗരസഭാ കൌൺസിലർ ആയതെന്നും ലീഗ് ആവശ്യപ്പെട്ടാൽ രാജിവെക്കേണ്ട കാര്യമില്ലെന്നും നഗരസഭാ കൌൺസിലർ ഉമ്മു സൽമ പറഞ്ഞു. കൌൺസിലറായ താൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്നും തന്റെ വാർഡിൽ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഉമ്മു സൽമ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയവർക്കെതിരെ പരാതിപ്പെടാൻ പോകുന്നില്ലെന്നും പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസമില്ലെന്നും ഉമ്മു സൽമ വ്യക്തമാക്കി. സ്ഥിരമായിട്ടൊരു വാശിയും വൈരാഗ്യം എനിക്ക് ആരോടും ഇല്ല. എനിക്കിതെല്ലാം കഴിഞ്ഞാൽ എന്റെ പാർട്ടിയിൽ എല്ലാം ഒന്നാണ്. അത് ഞാൻ നാളെ മന്ത്രിയായാലും ഇത്ര തന്നെ പറയുള്ളൂ. അല്ല എനിക്ക് വ്യക്തിപരമായിട്ട്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വീട്ടിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ തന്റെ അഭിപ്രായം അന്വേഷിക്കാതെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്നും ഉമ്മു സൽമ ആരോപിച്ചു. പേപ്പറിൽ വന്നിട്ടാണ് എല്ലാവരും വീട്ടിലുള്ളത്. ഒരു മാധ്യമക്കാരന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഒരു സിറ്റിക്കാരൻ മാത്രം വന്നതും എന്നെ അന്വേഷിച്ചതും ഇതൊക്കെ നോക്കിയതും ഈ മാധ്യമക്കാരൊക്കെ അന്നുണ്ടല്ലോ ഇവിടെ. ആരും എത്തിയിട്ടില്ല. അല്ല എന്താണെങ്കിലും അല്ല എപ്പോഴെങ്കിലും അല്ല ഇപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ ഒരിറങ്ങാനുള്ള കാര്യം എനിക്ക് സത്യം എന്റെ ഉള്ളിലുള്ള കാലത്തോളം എനിക്ക് ആരെയും ചോദിക്കേണ്ട ആവശ്യമില്ല. ഉമ്മു സൽമയുടെ ഭർത്താവ് മുഹമ്മദ് അലിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിനഴി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി 9 മാസത്തിനുള്ളിൽ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് സ്ഥാപിച്ച തറ വിണ്ടു പൊളിഞ്ഞു. 7ാം വാർഡിലെ തിരുനാരായണപുരം മായംകുളം കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് സ്ഥാപിച്ച തറയാണ് വിണ്ട് തകരുന്നത്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെട്ട തിരുനാരായണപുരം മായംകുളം കുടിവെള്ള പദ്ധതിക്കായുള്ള വാട്ടർ ടാങ്കിന്റെ തറയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് 10 മാസത്തിനുള്ളിൽ വിണ്ടു തുടങ്ങിയത്. തറയുടെ 4 ഭാഗത്തും വിള്ളലുണ്ടായിട്ടുണ്ട്. പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് 3 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് മായംകുളം കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2012 മാർച്ച് 20-നാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിലാണ് തറയിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടത്. പലയിടത്തും വിണ്ട് സിമന്റിന്റെയും മറ്റു ഭാഗങ്ങൾ അടർന്നു തുടങ്ങിയിട്ടുമുണ്ട്. 20ഓളം കുടുംബങ്ങൾക്കാണ് മായംകുളം കുടിവെള്ള പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിരുന്നത്. വെള്ളിനഴി തിരുനാരായണപുരം മായംകുളം കുടിവെള്ള പദ്ധതി നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പഞ്ചായത്തിൽ പട്ടികജാതി ഫണ്ട് ഉപയോഗിക്കുന്നതിൽ കൃത്രിമം നടക്കുന്നുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട്. നിർമ്മാണം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ മായംകുളം കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിന്റെ തറ വിണ്ടു തകർന്നതിനെക്കുറിച്ചും നിർമ്മാണത്തിൽ അപാകതയെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മായംകുളം കുടിവെള്ള പദ്ധതിയിലെ അപാകതയെക്കുറിച്ചും വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി ഫണ്ട് ഒരേ പദ്ധതിക്ക് തന്നെ ഒന്നിലധികം തവണ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നതിനെക്കുറിച്ചും വിജിലൻസിനും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുമെന്ന് DCC അംഗം O. വിജയകുമാർ പറഞ്ഞു.
മാർച്ച് മാസത്തിൽ പണി പൂർത്തിയായ മായംകുളം കുടിവെള്ള പദ്ധതി പണി പൂർത്തിയായ ഉടനെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അതിന്റെ ടാങ്ക് വെക്കാനുണ്ടാക്കിയ തറ പൊട്ടിപ്പൊളിയുകയും അടർന്നു പോകാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അതിനെതിരെ ഈ പദ്ധതിയുടെ ഗുണഭോക്താവായ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി എൻ ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ ആ പരാതി 17-ാം തീയതി പരാതി കൊടുത്തപ്പോൾ 20-ാം തീയതി ആ പരാതിക്ക് അടിസ്ഥാനപരമായ കാരണങ്ങൾ നോക്കാതെ പരിഹരിക്കാതെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. കഴിഞ്ഞ വർഷം ചിലവഴിച്ച തുക, അതിൽ ഉപയോഗിച്ച തുക, അല്ലെങ്കിൽ അന്നിപ്പോ പണിയിൽ നടന്ന അപാകതകൾ അതെങ്ങനെ വന്നു എന്നെല്ലാം അന്വേഷിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും അതിന്മേൽ തുക എത്ര അനുവദിക്കാൻ പോകുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടക്കുന്നത്. അങ്ങനെ പട്ടികജാതി ഫണ്ട് കാലാകാലങ്ങളിൽ ഓരോ വർഷവും ഒരേ പദ്ധതിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ച് അതിൽ നിന്നും ഞാൻ തട്ടിപ്പ് നടത്തുന്ന ഒരവസ്ഥ ഈ പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അല്ലാത്തവരാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നതെന്നും ഇവ രാഷ്ട്രീയ പ്രേരിതമാണെന്നുമായിരുന്നു വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഹരിദാസിന്റെ പ്രതികരണം. ഈ തിരുനാരണപുരത്തുള്ള മായംകുളം കുടിവെള്ള പദ്ധതി അത് ഗുണഭോക്താക്കൾക്ക് ഇവിടെ പരാതി വന്നിട്ടില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരാളൊരു പരാതി തന്നുകൊണ്ട് ഒരു പദ്ധതി മുടക്കാൻ നമുക്ക് കഴിയില്ല. ഒരു കൺവീനർക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടർക്ക് അതിന്റെ പൈസ കൊടുക്കാണ്ടിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം വർക്കർസിന്റെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്തെങ്കിലും ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യഥാസമയത്ത് ചൂണ്ടിക്കാണിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഇടപെട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ ചില ആളുകൾ വീഴണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഈ പദ്ധതി നടക്കരുതെന്ന് താല്പര്യപ്പെടുന്ന ആളുകളുണ്ട്. അത്തരക്കാരോട് ഇതിന് മറുപടി എന്നുള്ള രൂപത്തിൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 31, ജനുവരി 1, 3, 4, 5 തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മണ്ണാർക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി 2-ന് മന്നം ജയന്തി പ്രമാണിച്ച് സർക്കാർ നിയന്ത്രിത അവധി പ്രഖ്യാപിച്ചതിനാലാണ് മുൻപ് നിശ്ചയിച്ച തീയതിയിൽ മാറ്റം വരുത്തി കലോത്സവം ഒരു ദിവസം നേരത്തെ തുടങ്ങാൻ സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഡിസംബർ 30-ന് രജിസ്ട്രേഷൻ നടക്കും. 31-ന് പാലക്കാട് DDE എം ഗീത പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് തുടക്കമാകും. ജനുവരി 1-നാണ് ഉദ്ഘാടനം നടക്കുക. 10:30-ക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് മുമ്പായി മണ്ണാർക്കാട് പ്രതിഭാ തിയേറ്ററിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയും ഉണ്ടാവും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കലാ സാഹിത്യ പ്രതിഭകൾക്ക് നല്ല സൗകര്യത്തോടുകൂടി ഇവിടുത്തെ മത്സരത്തിൽ പങ്കെടുത്തു പോകാനുള്ള ഒരു അവസരം ഒരുക്കുക. മണ്ണാർക്കാട്ടെയും പരിസരത്തെയും ആളുകൾക്ക് നന്നായി ഇത് ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക. ഈ രീതിയിലാണ് കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കല്ലടി സ്കൂളിലും MES സ്കൂളിലുമായി 14 വേദികളിലാണ് ഈ 5 ദിവസത്തെ മത്സരങ്ങൾ നടക്കുന്നത്. ടൈം പാലിച്ചുകൊണ്ട് സമയബന്ധിതമായി തന്നെ മത്സരങ്ങൾ നടത്തണമെന്നുള്ളതാണ് കമ്മിറ്റിയുടെ ഒരു താല്പര്യം. അതിനനുസരിച്ചുള്ള ക്രമീകരണം പ്രോഗ്രാം കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. ജനുവരി 5-ന് നടക്കുന്ന സമാപന സമ്മേളനം ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കുമെന്നും സംഘാടക സമിതി അറിയിച്ചു. കുമരംപുത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിന് പുറമെ MES ഹയർ സെക്കൻഡറി സ്കൂളും വേദിക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നും സംഘാടക സമിതി അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ N ഷംസുദ്ദീൻ MLA, ജനറൽ കൺവീനർ DDE A ഗീത, DU അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ചുമർ ഇടിഞ്ഞു വീണ ലക്ഷംവീട് കോളനി പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. അറ്റകുറ്റപ്പണിക്കായി 75,000 രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ തുക അനുവദിച്ചെങ്കിൽ മാത്രമേ വീടുകളുടെ പുനർനിർമ്മാണം നടത്താനാകൂ എന്നതാണ് വസ്തുത. വെള്ളിനേഴി ലക്ഷം വീട് കോളനി നവീകരണത്തിനായി സ്പിൽ ഓവർ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി 75,000 രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഒറ്റ വീടുകൾ പുനർനിർമ്മാണത്തിനാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ വീട് നിർമ്മാണ ഫണ്ട് 2 ലക്ഷം രൂപയാക്കി സർക്കാർ ഉയർത്തിയെങ്കിലും ഇതെങ്ങനെ നൽകുമെന്ന നിർദ്ദേശം ലഭിച്ചിരുന്നില്ല. 75,000 രൂപ എന്ന കുറഞ്ഞ തുക കൊണ്ട് നിർമ്മാണം നടത്താനാവാത്തതിനാൽ ഗുണഭോക്താക്കൾക്ക് പണി ആരംഭിക്കാനുമായില്ല. 2 വർഷം മുമ്പ് അറ്റകുറ്റപ്പണിക്കായി 5,000 രൂപ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ചിരുന്നെന്നും ഫണ്ട് ലഭ്യമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഹരിദാസൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. അത് 2-3 വർഷം മുമ്പ് എല്ലാ വീടുകളും അറ്റകുറ്റപ്പണി നടത്തി കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് തനത് ഫണ്ട് 5,000 രൂപ വെച്ച് എല്ലാ വീടുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഇടപെടല് ആ മേഖല നടത്തി. പക്ഷെ ഈ ഒരു ചെറിയ 75,000 രൂപ എന്നുള്ളത് 2 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചതിന്റെ ഒരു ചെറിയ
ബുദ്ധിമുട്ടുണ്ടായി. അതിന്റെ പേരിൽ ആ സമയത്ത് നമുക്ക് വീട് കയറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വസ്തുതയാണ്. എന്തായാലും ആ സ്പിൽ ഓവറായിട്ട് പ്രോജക്റ്റ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ 75,000 രൂപയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഗവൺമെന്റ് 2 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ആ പണം എവിടെ നിന്ന് കൊടുക്കണമെന്ന് അന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് നമുക്ക് അന്ന് വീട് കഴിക്കാൻ കഴിയാണ്ടിരുന്നുള്ളത്. ഏതായാലും ഇക്കൊല്ലം സ്പിൽ ഓവറായിട്ട് കൊടുക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണുള്ളത്. അവർക്കത് ലഭ്യമാകുന്ന രൂപത്തിലുള്ള ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ചുമര് ഇടിഞ്ഞു വീണ ലക്ഷം വീട് കോളനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG ഗീത, വൈസ് പ്രസിഡന്റ് ഹരിദാസൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സന്ദർശിച്ചു. കോളനിയുടെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഡെൻസിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. വാർത്തകൾ തുടരുന്നു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU മലപ്പുറം ജില്ലാ സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും. തൊഴിലാളികളുടെ പ്രശ്നങ്ങളും നിർമ്മാണ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളി ശനി ദിവസങ്ങളിൽ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിലെ HK പിഷാരടി നഗറിലാണ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ CITU സംസ്ഥാന സെക്രട്ടറി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ വൈകുന്നേരം നടക്കുന്ന സെമിനാർ CITU സംസ്ഥാന പ്രസിഡന്റ് KN രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. സംഘടനയ്ക്ക് മലപ്പുറം ജില്ലയിൽ 35,000 അംഗങ്ങളുണ്ടെന്നും ഇവരെ പ്രതിനിധീകരിച്ച് 360ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മാണ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശനം വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണ മേഖലയുടെ നൂതന പ്രവണതകളും പ്രത്യേകതകളും പ്രകടമാകുന്ന 10ഓളം സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ CITU മലപ്പുറം ജില്ലാ പ്രസിഡന്റ് V ശശികുമാർ, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി EV മോഹനൻ, വൈസ് പ്രസിഡന്റ് MJ ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം AR വേലു, സ്വാഗത സംഘം ജനറൽ കൺവീനർ K ചിന്നൻ, നഗരസഭാ വൈസ് ചെയർമാൻ M മുഹമ്മദ് സലീം, CITU ഏരിയ സെക്രട്ടറി KT സെയ്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുപ്പശ്ശേരി ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേള ഫെബ്രുവരി 1 ആരംഭിക്കും. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കുന്ന ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഗാലറിയുടെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. ബുധനാഴ്ച ചെറുപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഗാലറിയുടെ കാൽ സ്ഥാപിച്ചാണ് ഫുട്ബോൾ മേളയുടെ തുടക്കം കുറിച്ചത്. 12,000 പേർക്ക് ഇരിക്കാവുന്ന ആധുനിക ഗാലറിയാണ് ചെറുപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കുന്നത്. ഗാലറിയുടെ കാൽനാട്ടൽ ചടങ്ങിൽ ചെറുപ്പശ്ശേരി ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളായ രാജീവ്, നിഹ്മ അലി, ഇബ്നു അബ്ബാസ്, മജീദ് പറക്കാടൻ, കൽഫക ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുപ്പശ്ശേരിയിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഉപയോഗിക്കാനാണ് CFAയുടെ തീരുമാനം. കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നുമായി 24 പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. IM വിജയൻ ഉൾപ്പെടെയുള്ളവർ ചെറുപ്പശ്ശേരിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കാളിയാകുമെന്ന് ടൂർണമെന്റ് സെക്രട്ടറി രാജീവ് പറഞ്ഞു. കേരളത്തിലും ഇന്ത്യയിലുമായിട്ടുള്ള 24 പ്രമുഖ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മൊത്തം ഫിഫ മഞ്ചേരി, അതുപോലെ തന്നെ അൽമിനാൽ വളാഞ്ചേരി ഉൾപ്പെടെയുള്ള അൽമദീന ചെറുപ്പശ്ശേരി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട്, ജയ ബേക്കറി തൃശ്ശൂർ ഒക്കെയുള്ള ടീമുകളാണ്. അങ്ങനെ ഉൾപ്പെടുന്ന 24 ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിൽ IM വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ ഈ മത്സരത്തിൽ പരസ്പരം ടീമുകളിലായിട്ട് മാറ്റിരക്കും. ഭാവി തലമുറയ്ക്ക് കലാകാരികളെയും കലാകാരന്മാരെയും വാർത്തെടുക്കാൻ ചിത്രകലാ ക്യാമ്പുകൾ ഗുണം ചെയ്യുമെന്ന് VC ബൽറാം MLA പറഞ്ഞു. ഒറ്റപ്പാലത്ത് MP ഗോവിന്ദമേനോൻ മെമ്മോറിയൽ കൾച്ചറൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ചിത്രകലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. വിദ്യാർത്ഥികളിലെ സർഗവാസനകളെ പരിപോഷിപ്പിച്ചെടുക്കാൻ ചിത്രകാരന്മാരും ചിത്രകാരികളും ശ്രമിക്കണമെന്നും VT ബൽറാം MLA പറഞ്ഞു. നിരന്തരമായ പരിപാടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വ്യത്യസ്തമായ, ഒരുപക്ഷെ ഏറ്റവും അധികം ഇഫക്റ്റീവായിട്ടുള്ള മറ്റൊരു പരിപാടിക്കാണ് നമ്മൾ ഒരുമിച്ച് തുടക്കം കുറിക്കുന്നത്. ഒരുപാട് കുരുന്ന കലാകാരന്മാരെ, കലാകാരികളെ ഭാവിയിലേക്കായി വാർത്തെടുത്ത് അവരുടെ ഭാവനകളെയും സർഗശേഷിയെയും ഒക്കെ അപ്പൂപ്പൻ താടിയെ പോലെ ആകാശത്തേക്ക് പറത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് 2 ദിവസമായി ഇവിടെ നടക്കുന്ന ഈ ചിത്രരചന ക്യാമ്പ്. വളരെ പ്രസക്തമായിട്ടുള്ള, വളരെ സാർത്ഥകമായിട്ടുള്ള ഒരു പേരാണ് ഈ അപ്പൂപ്പൻ താടി എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ഈ നോട്ടീസിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കുരുന്ന മനസ്സുകളിലെ ആ സർഗവാസനകളെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പറത്തിവിടാം, എങ്ങോട്ട് വേണമെങ്കിൽ, ഏത് ദിശയിലേക്ക് വേണമെങ്കിൽ അതിനെ ഉയർത്തിവിടാം. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ PT നരേന്ദ്രമേനോൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് NK ജയദേവൻ, വിജയകുമാര മേനോൻ, ക്യാമ്പ് ഡയറക്ടർ നിരഞ്ജന വർമ്മ, ഡോക്ടർ KS മേനോൻ, അഡ്വക്കേറ്റ് KP ഗോപിനാഥ മേനോൻ, KP രാംകുമാർ എന്നിവർ സംസാരിച്ചു. വ്യാഴാഴ്ച രാവിലെ കലാസങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ, രാത്രി തോൽപ്പാവക്കൂത്തിനെ കുറിച്ചുള്ള പ്രഭാഷണം, വെള്ളിയാഴ്ച രാവിലെ കളമെഴുത്തുപാടിനെ കുറിച്ചുള്ള പ്രഭാഷണം, വൈകിട്ട് ചലച്ചിത്ര പ്രദർശനം തുടങ്ങിയ പരിപാടികൾ നടക്കും.
സാംസ്കാരിക കേരളത്തിന് മറക്കാനാവാത്ത സാന്നിധ്യമാണ് കുഞ്ചൻ നമ്പ്യാർ കലാപീഠമെന്ന് എം ഹംസ എം.എൽ.എ. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ അരങ്ങേറ്റ മഹോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.എൽ.എ. കേരളത്തിന് പുറത്ത് വേദി ഉണ്ടാകണം, ഇന്ത്യക്ക് പുറത്ത് വേദി ഉണ്ടാകണം. അങ്ങനെ കലാപീഠത്തിലെ കുട്ടികൾ കേരളത്തിന്റെ അഭിമാനമായി മാറാൻ കഴിയത്തക്ക രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തും എന്ന് അറിയിച്ചു. കലാപീഠത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദേശത്തും കലാപ്രകടനങ്ങൾ നടത്തുവാനുള്ള അവസരമൊരുക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. കേരളത്തിനകത്തും പുറത്തും ഇവർക്ക് കഴിവുകൾ തെളിയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കലാപീഠത്തിലെ 31 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റ മഹോത്സവമാണ് ബുധനാഴ്ച നടന്നത്. ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീവത്സൻ അധ്യക്ഷനായി. കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണം SC/ST വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ശിവരാമൻ നിർവഹിച്ചു. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ചെയർമാൻ P. ശിവദാസൻ മാസ്റ്റർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VH സുഹറ, പഞ്ചായത്ത് അംഗം K. നാരായണൻ, കലാമണ്ഡലത്തിലെ തുള്ളൽ വിഭാഗം മേധാവി MP.K. ഗീതാനന്ദൻ, കർണാടിക് സംഗീത വിഭാഗം മേധാവി OK. അംബിക, മൃദംഗ വിഭാഗം മേധാവി P. ശ്രീകൃഷ്ണകുമാർ, മൃദംഗ വിഭാഗം മേധാവി P. കൃഷ്ണകുമാർ, നൃത്തവിഭാഗം മേധാവി PS. ലതിക, സ്മാരകം സെക്രട്ടറി P. സുനിൽ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ചളവറ വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇ കെ നായനാർ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന് ചളവറയിൽ തുടക്കമായി. ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ആരംഭിച്ച മേള CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യദിന മത്സരത്തിൽ YS സുധ 4-2 ഫ്രണ്ട്സ് തുമ്പായിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ചളവറ വില്ലേജ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. K. കുമാരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. പ്രീത, ഡിവൈഎഫ്ഐ വില്ലേജ് സെക്രട്ടറി P. K. സക്കീർ ഹുസൈൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വൃക്കരോഗിയായ യുവാവിന്റെ ചികിത്സാ ധനസമാഹരണത്തിനായി നെല്ലായ കൃഷ്ണപ്പടി വിസ്മയ ക്ലബിന്റെ നേതൃത്വത്തിൽ വടംവലി മത്സരം നടന്നു. ചെർപ്പുളശ്ശേരി സബ് ഇൻസ്പെക്ടർ P. അച്യുതാനന്ദൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ NSS ക്യാമ്പിന്റെ ഭാഗമായി റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. ചെർപ്പുളശ്ശേരിയിൽ നിന്നും ആലുംകുന്ന് ഭാഗത്തേക്കാണ് റോഡ് നിർമ്മാണം. 7 ദിവസമായി നടക്കുന്ന ചെർപ്പുളശ്ശേരിയിലെ സയൻസ് ആൻഡ് ടെക്നോളജി കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ക്യാമ്പിന്റെ ഭാഗമായാണ് റോഡ് നിർമ്മിക്കുന്നത്. ചെർപ്പുളശ്ശേരിയിൽ നിന്നും 11-ാം വാർഡിൽ ഉൾപ്പെടുന്ന ആലുംകുന്ന് ഭാഗത്തേക്കാണ് പുതുതായി റോഡ് നിർമ്മാണം. 400 മീറ്ററോളം ദൈർഘ്യത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 12 അടിയോളം വീതിയാണ് റോഡിനുള്ളത്. കോളേജിലെ 50ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ വിജയകൃഷ്ണൻ, NSS കോർഡിനേറ്റർ മണികണ്ഠൻ, അധ്യാപകരായ സജീഷ്, സലീഷ്, സുരേഷ്, വാസു, റോഡ് കമ്മിറ്റി കൺവീനർ ഫൈസൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ആരോഗ്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ സരോജിനി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഫാത്തിമ ഷഹനാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ്, കൌൺസിലർ ചേരിയിൽ മമ്മി, സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞുകുട്ടൻ, സെക്രട്ടറി ജയകൃഷ്ണൻ, ബ്ലഡ് ബാങ്ക് മാനേജർ ശ്രീകുമാർ, സൂപ്പർവൈസർ NK അസ്കർ തുടങ്ങിയവരും സംസാരിച്ചു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് അസോസിയേഷനിലെ തൊഴിലാളികൾ ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാനം നടത്തി. തുടർന്ന് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. മംഗലാകുന്ന് കാട്ടുകുളം പരിയാനപ്പെട്ട ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന കൊടിമരം ആധാരശിലയിൽ സ്ഥാപിച്ചു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി ചടങ്ങിന് നേതൃത്വം നൽകി. നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുക്കുവാൻ ക്ഷേത്രത്തിൽ എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മണൽ മാഫിയ ഭീഷണിയിൽ ഒറ്റപ്പാലം. ഭാരതപ്പുഴ കുമ്പാരൻകുന്ന് കടവിലെ മണൽക്കടത്തിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് വിവരം നൽകിയവർക്ക് മാഫിയകളുടെ വധഭീഷണി. മുസ്ലിം ലീഗിന്റെ രാജിയാവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് പെരിന്തൽമണ്ണ നഗരസഭ ലീഗ് കൌൺസിലർ ഉമ്മു സൽമ. UDF ആവശ്യപ്പെടാതെ രാജിവെക്കില്ലെന്നും ഉമ്മു സൽമ. വെള്ളിനഴി തിരുനാരായണപുരത്ത് കുടിവെള്ള ടാങ്ക് സ്ഥാപിച്ച തറ 9 മാസം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ. സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. രാഷ്ട്രീയ പ്രേരിതമെന്ന വൈസ് പ്രസിഡന്റ്. കൗമാര കലാമാമാങ്കത്തിന് മണ്ണാർക്കാട് ഒരുങ്ങുന്നു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 31, ജനുവരി 1, 3, 4, 5 തീയതികളിൽ കല്ലടി ഹയർ സെക്കൻഡറിയിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ചെറുപ്പശ്ശേരിയിൽ ഫെബ്രുവരി 1 മുതൽ. ഇന്ത്യയിലെ 24 ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.